ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പാർട്ട് ടൈം ബിസിനസ്സാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒന്ന് പൊടിതട്ടി എടുക്കാമെന്ന് കരുതി. സോ അപ്പോൾ ഈ ബിസിനസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാമെന്നും കരുതി. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവിടെ പാർട്ട് ടൈം ജോലി വല്ലതുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം തിരക്കിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പാർട്ട് ടൈം ജോലിയൊന്നുമില്ല, പാർട്ട് ടൈം ബിസിനസ് ഓർമ്മയുണ്ട്, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ അന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അത്യാവശ്യം, അതായത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ഓർഡേഴ്സ് കിട്ടി. അപ്പോൾ അതുവഴി ചെറിയൊരു ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആൾക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ആളത് നോക്കുകയാണെങ്കിൽ എന്തായാലും കരിയറിൽ സക്സസ് ആയിരിക്കും. ഒരു ബ്രാൻഡ് പോലെ ഡെവലപ്പ് ചെയ്തു തരാം. ഇത് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ആണ്. പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ്. അതായത് നമ്മൾ ടീഷർട്ടാണ് മെയിനായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു വെബ്സൈറ്റ് പോലെ ക്രിയേറ്റ് ചെയ്യും. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കോഡിങ്ങും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു കമ്പനി ഉണ്ട്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ബ്ലിങ്ക് സ്റ്റോർ എന്നാണ് അതിൻ്റെ പേര്. ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അവരാണ് കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കുന്നത്. അപ്പോൾ ഇത് പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബ്ലിങ്ക് സ്റ്റോർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നമ്മൾ സെല്ലേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതാണ് നമ്മളുടെ വെബ്സൈറ്റ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്ന നേരത്ത് ഇവരുടെ URL ആയിരിക്കും. അത് നമുക്ക് ഡൊമൈൻ, ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് വേണമെങ്കിൽ ആ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ www.sunnisdiary.com എന്ന് പറയുന്നത് അതൊരു ഡൊമൈനാണ്. അപ്പോൾ നമ്മൾ ഡൊമൈൻ ഇല്ലാണ്ട് ചെയ്യുവാണെങ്കിൽ ഇവരുടെ ആയിരിക്കും ഈ www.blinkstore, അതായത് sunnisdiary.blinkstore.com അങ്ങനെ വല്ലതായിരിക്കും ഇവരുടെ ഡൊമൈൻ എന്ന് പറയുന്നത്, URL. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് ഡൊമൈൻ വാങ്ങി കണക്ട് ചെയ്യാം. സോ അത്രേ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട, നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഒറ്റ ക്ലിക്കിൽ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യും, അതിൽ നിന്ന് പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യണം. നമ്മളുടെ കുറച്ച് ഡിസൈൻ ഉണ്ടായിരിക്കണം. ആ ഡിസൈൻ ഇതിലേക്ക് വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ മാർക്കറ്റ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സ് വന്ന് ഇവരുടെ പ്രോഡക്റ്റ് വാങ്ങുന്നു നമ്മൾ ത്രൂ. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കംപ്ലീറ്റ് എത്താൻ നേരത്ത് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഫോണിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം എന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. വീഡിയോയിലേക്ക് പോകാം. യെസ്, സോ ഇതിൻ്റെ അകത്തേക്ക് പോകാൻ നേരത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുവാണ്. സോ ഫസ്റ്റ് നമ്മൾ ക്രോം ഓപ്പൺ ആക്കിയാണ്. ക്രോമിൽ നമ്മൾ ബ്ലിങ്ക് സ്റ്റോർ ടൈപ്പ് ചെയ്യുക. ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതാണ് അവിടെ കിടക്കുന്നത്, ഹിസ്റ്ററിയിൽ കിടക്കുന്നത്. അപ്പോൾ ബ്ലിങ്ക് സ്റ്റോർ ഫസ്റ്റ് വെബ്സൈറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്, blinkstore.in. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഇൻ്റർഫേസ്. ബ്ലിങ്ക് സ്റ്റോർ സ്റ്റാർട്ട് യുവർ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഇൻ ഇന്ത്യ. സോ അതിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നമ്മളിപ്പോൾ അത് സ്കിപ്പ് ചെയ്യുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുന്നു. ഇതിൻ്റെ ആപ്ലിക്കേഷനും ഉണ്ട് കേട്ടോ, ഞാൻ അത് എക്സ്പ്ലോർ ചെയ്തില്ല, വെബിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് മൊബൈലിനാണ്. ലാപ്ടോപ്പിൽ ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പിൽ ചെയ്യാം. ഇതിൽ കാണുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ. അപ്പോൾ എന്തായാലും കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കാം. സിമ്പിൾ, വെറുതെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ഒരു അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ഇത് ഞാനിപ്പോൾ കുറച്ച് മുന്നേ ക്രിയേറ്റ് ചെയ്ത ഒരു അക്കൗണ്ടാണ്. ഇങ്ങനെയായിരിക്കും വരുന്നത്. നമുക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിലും, അതായത് എത്ര വെബ്സൈറ്റ് വേണമെങ്കിലും ഈ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു സെല്ലേഴ്സ് അക്കൗണ്ടാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് സ്റ്റോർ, അതായത് ക്രിയേറ്റ് സ്റ്റോർ കൊടുത്തു. സ്റ്റോർ നെയിം സണ്ണീസ് ഡയറി 2 എന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കാരണം 1 അവിടെ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒറ്റ പേരിൽ ഒരു അക്കൗണ്ട് നടക്കുള്ളൂ, ഒരു വെബ്സൈറ്റ് നടക്കുള്ളൂ, അതുകൊണ്ടാണ്. സോ ക്രിയേറ്റ് ആയി, സ്റ്റോർ പബ്ലിഷ്ഡ് ആയി. ഇനി ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് കസ്റ്റമൈസ് സ്റ്റോർ കൊടുക്കാം. നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. പിന്നെ അപ്ലോഡ് ഫാവിക്കോൺ ഉണ്ട്. അപ്പോൾ അത് ഈ ലോഗോയുടെ ചെറിയൊരു ബട്ടൺ ഇല്ലേ, അതാണ്. പിന്നെ തീം സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ യെല്ലോയും ബ്ലാക്കും തന്നെ സെലക്ട് ചെയ്യുവാണ്. സേവ് കൊടുക്കുക.
ചില സമയത്ത് ഇത് സേവ് ആവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. ടൈം എടുക്കുമെന്ന് പറഞ്ഞാൽ 5-10 മിനിറ്റൊന്നും എടുക്കത്തില്ല. 1 മിനിറ്റൊക്കെ 1-2 മിനിറ്റ് മാക്സിമം അങ്ങനെ എടുക്കും. ഇനി അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാനർ അപ്ലോഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാം ബാനറിൽ. ഞാൻ ഓൾറെഡി ടെക്സ്റ്റാണ് ആ ബാനറിൻ്റെ ഇമേജിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നില്ല. അത് സേവ് കൊടുക്കുവാണ്. ഞാൻ മറ്റേ ഇതിന് മുന്നേ കാണിച്ചില്ലേ അത് ഈ ബാനർ അപ്ലോഡ് ചെയ്തപ്പോൾ സമയം എടുക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ. എന്താണെന്ന് അറിയില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. കഴിഞ്ഞതിൽ വന്നു. ഇപ്പോൾ ഇതിനും വരുന്നുണ്ട്. സമയം എടുക്കുന്നുണ്ട്. നോക്കാം. സോ ആ ബാനർ അപ്ലോഡ് ആവുന്നില്ല. എന്തോ ഒരു എറർ. എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. 4G കിട്ടുന്നത്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുക. പിന്നെ ആഡ് പ്രോഡക്റ്റ്സ് കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ പ്രോഡക്റ്റ്സ് ആയിട്ട് വരുന്നത്. ഈ പ്രോഡക്റ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ടീഷർട്ടില്ലേ, ഫസ്റ്റ് ടീഷർട്ട് മെൻസ് ടീഷർട്ടാണ് കിടക്കുന്നത്. ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. 16+ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ 16 പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാണിച്ചു തരാം. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫ്രണ്ടിൽ ആഡ് ഡിസൈൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഡിസൈൻ എടുത്ത് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഇത് ക്വാളിറ്റി കൂടുതൽ നല്ലതായിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ പ്രിൻ്റ് ചെയ്യുമ്പോൾ ആ ക്വാളിറ്റിയിൽ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ടീഷർട്ട് നല്ല ക്വാളിറ്റിയിൽ കിട്ടും. പ്രിൻ്റ് ഭയങ്കര അലമ്പായിരിക്കും. ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റ് മാത്രമേ അവർ പ്രിൻ്റ് ചെയ്യുള്ളൂ. ഡിസൈൻ മാത്രമേ അവർ പ്രിൻ്റ് ചെയ്യുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് ക്വാളിറ്റി എക്സലൻ്റ് എന്ന് കിടക്കുന്നുണ്ട്. സോ കളേഴ്സ് എല്ലാം വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഡിസൈനിന് അനുയോജ്യമായിട്ടുള്ള കളേഴ്സ് മാത്രം കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാം സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി വെബ്സൈറ്റിൽ ഫസ്റ്റ് വിസിബിൾ ആവേണ്ടത് എന്താണോ കളറ് അത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇത് കൊടുക്കുവാണ്. ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് ഡിസൈൻ ആഡ് ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ റേറ്റ് കൂടുതലാണ് വന്നേക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. ഇപ്പോൾ ഫ്രണ്ടിൽ മാത്രം നമുക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുവാണ്. നമ്മൾ ഡിസൈൻ അവിടെ ആഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ യെസ്, ഡിസൈൻ സേവ്ഡ് ആയിട്ടുണ്ട്. സോ ഇതിന് വേണ്ട ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇനി ഇവിടെയാണ് നമ്മളുടെ പ്രോഫിറ്റ് എത്ര നമുക്ക് വേണമെന്നുള്ളത്. ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 399 ആണ്. അതിൻ്റെ കൂടെ നമ്മളുടെ മാർജിൻ കൂടി കയറ്റിയിടുക. ഇപ്പോൾ 50 ആണ് ഇവിടെ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത്. 50 മാർജിനിൽ നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത് 452 റുപ്പീസിനാണ്. അപ്പോൾ അത് പബ്ലിഷ് കൊടുക്കുക. യെസ്, പ്രോഡക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഡിസൈനിൽ ഏതൊക്കെ പ്രോഡക്റ്റ് ഇപ്പോൾ ഒറ്റ ക്ലിക്ക് മതി. എല്ലാം ഇപ്പോൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ. ഈ ഡിസൈൻ വെച്ച് എല്ലാ പ്രോഡക്റ്റ്സും നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ എല്ലാത്തിൻ്റെയും 50 ആയിരിക്കും. 50 നിങ്ങൾക്ക് ഷെയർ ചെയ്യാം മാർജിൻ, പ്രോഫിറ്റ് മാർജിൻ. അപ്പോൾ ആ ഡിസൈനും ആ കളറും വെച്ച് ഇത്രയും പ്രോഡക്റ്റ്സ് നമ്മൾ കൊടുക്കുവാണ്. യെസ്, ഫോൺ കവറല്ല, പോപ്പ് ഗ്രിപ്പില്ലേ അതുണ്ട്, മഗ്ഗുണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്, മൗസ് പാഡ് ഉണ്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. ബോട്ടിലുണ്ട്, ഗെയിമിംഗ് പാഡ്, ഫോൺ കവർ, ഇതെല്ലാം ആഡ് പ്രോഡക്റ്റ്സ് കൊടുക്കുക. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യും. പ്രോഡക്റ്റ്സ് ആഡ്, ഓക്കെ, എന്നിട്ട് സേവ് കൊടുക്കുക. യെസ്, സേവ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവും. നമ്മൾ അപ്ലോഡ് ചെയ്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ വെബ്സൈറ്റ്. സോ ഇവിടെ ഇപ്പോൾ ബാനർ ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ബാനർ കൂടി വരാൻ നേരത്ത് കുറച്ചുകൂടി ഭംഗി തോന്നി ഈ വെബ്സൈറ്റിന്. ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ടില്ലേ മൈ റെസിഗ്നേഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റില്ലേ, കുറച്ചാൾ മുന്നേ ഞാൻ ഇത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ റീച്ചായി കാണും. ഇത് അവിടുത്തെ കാണും. ഉണ്ട് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇതിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന്
മാർക്കറ്റ് ചെയ്താൽ മാത്രം മതി. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണെങ്കിൽ റീച്ച് ആയിട്ടുള്ളൂ. അതുവഴി നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് പ്രോഡക്റ്റ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ബോട്ടിൽസ് ഉണ്ട്, ഫോൺ കവർ, സ്റ്റിക്കേഴ്സ്, മൗസ് പാഡ്, ഇതെല്ലാം ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും കസ്റ്റമേഴ്സ് കാണുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് സ്റ്റോറ് പിന്നെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യാം. പിന്നെ സോഷ്യൽ മീഡിയയുടെ ലിങ്ക് ഇതിൽ കൊടുക്കാം. അതായത് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ട്വിറ്റർ, യൂട്യൂബ് ഉണ്ടെങ്കിൽ അത്, ബ്ലോഗ് ആണെങ്കിൽ അതിൻ്റെ ലിങ്ക്സൊക്കെ എല്ലാം ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളത് കസ്റ്റം ഡൊമൈൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ആ ഡൊമൈൻ ഇതിനകത്ത് വാങ്ങി കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡൊമൈൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഡൊമൈൻ, സണ്ണീസ് ഡയറി 2.blinkstore.in. ഈ ഡൊമൈനിലായിരിക്കും ഇത് സെർച്ച്. ഇപ്പോൾ ഒരാൾ ഇത് സെർച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്റ്റോർ കിട്ടും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഈ സ്റ്റോർ നമുക്ക് വിസിബിൾ ആവും ഇപ്പോൾ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നോക്കാനായിട്ട് പ്രധാനമായിട്ട്. ബാനർ ഒന്നുകൂടി നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. എന്തൊരു കുഴപ്പമുണ്ടായിരുന്നു, അതാണ് അപ്ലോഡ് ആവാഞ്ഞത്. സേവ് കൊടുക്കാം. അതെന്തായാലും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഇതാണ് സ്റ്റോറ്. ഈ സ്റ്റോർ വഴി നിങ്ങൾക്ക് ഇപ്പം മാർജിൻ നമ്മൾ ഇട്ടില്ലേ, 50 ഇട്ടില്ലേ, ആ മാർജിൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഒരാൾ ഈ ഒരു ടീഷർട്ട് വാങ്ങുവാണെങ്കിൽ 50 റുപ്പീസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ആ രീതിയിൽ ഇപ്പോൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കൂടുതലായിട്ട് മാർക്കറ്റിംഗ് ടൂളായിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ മാർക്കറ്റ് ചെയ്യുക. ഇപ്പോൾ പെയ്ഡ് ഒരു ക്യാമ്പയിൻ റൺ ചെയ്യിക്കുക. നിങ്ങൾ നല്ലൊരു പൊട്ടൻഷ്യലായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ, സോഷ്യൽ മീഡിയ വഴി നല്ലതുപോലെ മാർക്കറ്റ് ചെയ്യുവാണെങ്കിൽ, പറഞ്ഞ 50 ഒരു പ്രോഡക്റ്റിന് 50 റുപ്പീസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു മാസം ഈ പറഞ്ഞ ഇത്ര ഒരു 1000 പ്രോഡക്റ്റ് ഒക്കെ വിൽക്കുവാണെങ്കിൽ അത്രയും മാർജിൻ നിങ്ങൾക്ക് വരും. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാവുന്ന ബിസിനസ്സാണ്, ഫുൾ ടൈം ആക്കാൻ പറ്റിയ ബിസിനസ്സുമാണിത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് ചെയ്യുക. ഇത്രയുമാണ് കാര്യങ്ങൾ. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയുക, ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൽ ലോഗോ മാത്രം വന്നിട്ടില്ല, ലോഗോ വന്ന് ബാനർ വന്നിട്ടില്ല. ബാനർ ഞാൻ ആഡ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റായിട്ട് ആഡ് ചെയ്യാം, കാരണം ഇപ്പോൾ വരുന്നില്ല, അല്ലെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് സെയിൽ ചെയ്യാൻ സാധിക്കും, മാർക്കറ്റ് ചെയ്ത് സെയിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുവഴി ഒരു സൈഡ് ഇൻകം ആയിട്ട് ജനറേറ്റ് ചെയ്യാം. അധികം സമയമൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് കുറച്ച് ഡിസൈൻസ്. ഇപ്പോൾ ChatGPT നമ്മൾ ഒറ്റ വീഡിയോ ചെയ്തായിരുന്നു, ഗിബ്ലി എഫക്റ്റ്. അപ്പോൾ ChatGPTയോട് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസൈൻസ് ജനറേറ്റ് ആകും. നമുക്ക് പ്രോംപ്റ്റ് കൊടുത്താൽ മതി, ഡിസൈൻ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക, നമ്മളുടെ പ്രോഡക്റ്റ്സ് പബ്ലിഷ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഐഡിയ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, സൈഡ് ബിസിനസ് ആകും. അപ്പോൾ പാർട്ട് ടൈം ജോലി നോക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാർട്ട് ടൈം ബിസിനസ് എങ്ങനെ ഉണ്ടായിരിക്കും? ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതിന് മുന്നേ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ